രാത്രി തഹജ്ജുദിനുണർന്നപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിക്കണം, ഏയ് സമയായി, എഴുന്നേൽക്കും, നിസ്കരിക്കുക നമുക്ക്. ഭർത്താവാണ് ഉണർന്നതെങ്കിൽ ഭാര്യയെ തട്ടി വിളിക്കടി, ബാങ്ക് വിളിക്കാനായി, വേഗം എഴുന്നേൽക്ക്. അല്ലേ? അതാണ് ആരാധനകളിലുള്ള പരസ്പര സഹായം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് നാളെ സ്വർഗത്തിലും വീണ്ടും ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഭാര്യ ഭർത്താക്കളെ കുറിച്ചാണ്. അവരുടെ 7 ലക്ഷണങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്ത ജീവിതമാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. ബറക്കത്തുണ്ടെങ്കിൽ ഭാര്യയെ പിരിഞ്ഞിരിക്കാനും അവളെ ഓർക്കാതിരിക്കാനും ഭർത്താവിന് കഴിയില്ല. നേരെ തിരിച്ചും ഭർത്താവിനെ ഓർക്കാതിരിക്കാനും ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനും ഭാര്യയ്ക്കും കഴിയില്ല. ഇത് അള്ളാഹു ബറക്കത്ത് ചെയ്ത ദമ്പതിമാരുടെ ജീവിതമാണ്. നേരെ തിരിച്ചുണ്ട് ഒരുപാട് ആളുകൾ ഒരിക്കലും കാണരുതേ, ഒരിക്കലും ചിന്തിക്കരുതേ എന്ന് വിചാരിക്കുന്ന ദമ്പതിമാരും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ സ്നേഹം ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബറക്കത്തിനെ കളയാൻ, ആ ബറക്കത്ത് ഇല്ലാതാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കൂല. അങ്ങനത്തെ ഭാര്യയും ഭർത്താവും പല ആളുകളും, ഒരുപാട് ആളുകളുണ്ട്. നാളെ സ്വർഗത്തിൽ വീണ്ടും അല്ലാഹുവേ എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നാളെ സ്വർഗത്തിലും ഇണയായി നൽകണേ അല്ലാ. നേരെ തിരിച്ചും അല്ലാഹുവേ എനിക്കെൻ്റെ ഭാര്യയെ തന്നെ, ദുനിയാവിൽ എനിക്ക് ഭാര്യയായി തന്ന എൻ്റെ പ്രിയപ്പെട്ടവളെ തന്നെ നാളെ സ്വർഗത്തിലും എനിക്ക് ഇണയായി തരണേ അല്ലാ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ആഗ്രഹിക്കുന്നവരെ കുറിച്ചും അങ്ങനെയുള്ള ആളുകളുടെ ലക്ഷണങ്ങളുമാണ് നമ്മളിന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, സ്വന്തം പ്രിയപ്പെട്ട ഇണയെ നാളെ സ്വർഗത്തിലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ദുആ എങ്കിലും, അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവന് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ, ഒന്ന് ദുആ ചെയ്യാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ഭാര്യ ഭർത്താവ് ഈ ദമ്പതിമാരുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്ത ജീവിതമാണ്, അല്ലേ? ആ ജീവിതം നാളെ സ്വർഗത്തിലും കണ്ടിന്യൂ ചെയ്യാൻ, നാളെ സ്വർഗത്തിലും തുടരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഭാഗ്യം ലഭിക്കുന്ന ദമ്പതിമാരുടെ 7 സ്വഭാവങ്ങൾ, 7 ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് അൽ ഈമാനു വസ്സലാഹു. എന്താണ്? ഈമാനും സൽപ്രവൃത്തികളുമാണ്. ഈമാനും സൽപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? വല്ലദീന ആമനു വത്തബഉഹും ദുർരിയതുഹും ബിഈമാൻ. ഭാര്യയും ഭർത്താവും ഈമാനിയായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളുകളാണ്, അല്ലേ? ബാങ്ക് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോൾ ഭർത്താവ് പറയുന്നു, എടി ബാങ്ക് കൊടുത്തു, നിസ്കരിക്കാൻ വായോ. നേരെ തിരിച്ച് നോക്കി, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു, നിസ്കരിക്കല്ലേ. അങ്ങനെ രണ്ടുപേരും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അപ്പുറത്ത് മോനിങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. എടാ വുളു എടുത്തു വാ, നമുക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി വീട്ടിലൊരു ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ദമ്പതിമാർ ഇൻഷാ അല്ലാഹ് അവർ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് വീണ്ടും ഒരുമിക്കുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്, അല്ലേ? ഭാര്യയും ഭർത്താവും ഈമാനിയായ കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക, വിശ്വാസപരമായ കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അൽ മവദ്ദത്തു വർ-റഹ്മ, പരസ്പര സ്നേഹവും കാരുണ്യവുമാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള സ്നേഹം, അവർ പരസ്പരം തമ്മിലുള്ള കാരുണ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതല്ല, അത് ആരും ഉണ്ടാക്കിയാലും ഉണ്ടാവൂല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അത് അല്ലാഹ് ഉണ്ടാക്കിയതാണ്. അള്ളാഹു ബറക്കത്തുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കിയതാണെങ്കിൽ ഭാര്യയെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഭർത്താവിന് പറ്റും. നേരെ തിരിച്ച് ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യക്കും കഴിയും. അള്ളാഹു നൽകുന്നതാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഭാര്യയെ ഭർത്താവ് ബഹുമാനിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുന്നു. എവിടേക്കെങ്കിലും പോയി ഭാര്യ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രിയപ്പെട്ടവൾക്ക് സീറ്റ് കൊടുക്കുന്ന ഭർത്താവ്, ഭാര്യയുടെ കയ്യിൽ എന്തെങ്കിലും കവറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങുന്ന ഭർത്താവ്, അല്ലേ? അങ്ങനത്തെ ഭർത്താവ് ഉണ്ടാവോ? അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടാവും. അത് അവർ നാളെ സ്വർഗത്തിലും ഒരുമിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഓളിൻ്റെ അടിമയാണ്,
ഞാൻ ഓളെക്കാളും ഒന്നും കൂടെ മുമ്പിലാണ് എന്ന് വിചാരിക്കുന്ന ഭർത്താവാണോ നിങ്ങളുടെ ഭർത്താവെങ്കിൽ നാളെ സ്വർഗത്തിൽ ഒരുമിക്കുന്ന കാര്യം സംശയമാണ്. കാരണം ഭാര്യയെ ബഹുമാനിക്കുന്ന ഭർത്താവിനെ ബഹുമാനിക്കലൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ട്. എന്നാൽ ഭാര്യയെ ബഹുമാനിക്കുന്ന ഭർത്താവ്, നിങ്ങളുടെ ഭർത്താവ് അങ്ങനെയുള്ള ഭർത്താവാണോ? നിങ്ങൾക്കും പരിഗണന നൽകുന്ന ഭർത്താവാണോ? നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകുന്ന ഭർത്താവാണോ? എങ്കിൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിലുള്ള സ്നേഹവും സൗഹൃദവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടു തന്നതാണ്. അതാണ് കാരുണ്യം, അതാണ് സ്നേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. ഇനി മൂന്നാമത്തത് ഹുസ്നുൽ മുആശറ, പരസ്പരം നന്നായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. ചെറിയ കാര്യത്തിന് തർക്കിക്കുക, ഭർത്താവിനെ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് അഭിസംബോധനം ചെയ്യുക, ദേഷ്യം വരുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിനോട് സംസാരിക്കുക, ചെറിയ കാര്യങ്ങൾക്കൊക്കെ പരസ്പരം കയർത്ത് സംസാരിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക. അല്ലേ? അങ്ങനത്തെ ദമ്പതിമാരാണോ നിങ്ങൾ? എങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു ആ സ്വഭാവം. നാളെ സ്വർഗത്തിലും പ്രിയപ്പെട്ടവളുമായി ഒന്നിക്കണോ. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയാൻ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായിട്ട് പെരുമാറണം എന്ന്. എപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് കൊണ്ടതായില്ല. അവളോട് സംസാരിക്കുമ്പോൾ ഒരു നോട്ടത്തിൽ പോലും പ്രിയപ്പെട്ടവളെ വേദനിപ്പിക്കാൻ പാടില്ല. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല പെരുമാറ്റം ഉണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ക്ഷമയും സഹനവും സ്വബറും ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇതില്ലാത്ത ദാമ്പത്യ ജീവിതം പൊട്ടിത്തെറിച്ച് ഇല്ലാണ്ടായി പോകും. ക്ഷമ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നാലാമത് അത്തആവുനു അല ത്വാഅതി, ആരാധനയിൽ പരസ്പരം സഹായിക്കുക എന്നതാണ്. ആരാധനയിൽ പരസ്പരം സഹായിക്കുക. രാത്രി തഹജ്ജുദിനുണർന്നപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിക്കണം, ഏയ് സമയായി, എഴുന്നേൽക്കും, നിസ്കരിക്കുക. നമുക്ക് ഭർത്താവാണ് ഉണർന്നതെങ്കിൽ ഭാര്യയെ തട്ടി വിളിക്കടി, ബാങ്ക് വിളിക്കാനായി, വേഗം എഴുന്നേൽക്ക്. അല്ലേ? അതാണ് ആരാധനകളിലുള്ള പരസ്പര സഹായം. അവൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, എനിക്ക് ഔറത്ത് മറച്ചുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടത് എന്ന് ഭാര്യ പറയുമ്പോൾ ഭാര്യയുടെ ആ ഇഷ്ടത്തിന് അംഗീകാരം കൊടുക്കുക, ആ താല്പര്യത്തിന് അംഗീകാരം കൊടുക്കുക. ഏയ് എൻ്റെ കൂടെ അങ്ങ് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോരണ്ട. നേരെ തിരിച്ചും ഒരു ഹറാമായ പരിപാടിയിലേക്ക് ആരെങ്കിലും ക്ഷണിക്കപ്പെട്ടാൽ ഭാര്യ പറയാൻ, ഇക്ക നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടൂല, നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, ആ പരിപാടിക്ക് വിടൂല, വേണമെങ്കിൽ വേറെ എവിടേക്കെങ്കിലും വെക്കോളൂ. ഹറാമായ മറ്റുള്ള പരിപാടിയിലേക്ക് ഭർത്താവ് പോകാനിറങ്ങുമ്പോൾ ഭാര്യ തടയുന്നത് അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ലക്ഷണങ്ങളാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അപ്പൊ ആരാധനകളിലുള്ള പരസ്പര സഹായമാണ് തആവനു അല ത്വാഅ. ആരാധനകളിലുള്ള പരസ്പര സഹായം, പരസ്പര സ്നേഹം, പരസ്പര സഹായിക്കലാണ്. ഇനി അടുത്തത് അസ്സബ്റു വത്തസാമുഹു, പരസ്പരം ക്ഷമയും അതുപോലത്തെ സഹിഷ്ണുതയും. പല ആളുകൾക്കും പല സ്വഭാവമാണ് ഉണ്ടാവുക. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ദേഷ്യക്കാരിയായ ഭാര്യ, ദേഷ്യക്കാരനായ ഭർത്താവ്. അതും പല കാരണങ്ങളാണ്. നമ്മൾ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും അതൊന്നുമല്ല. പല കാരണങ്ങളാലും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭാര്യ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറിക്കൽ, അത് ജീനുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ പാരമ്പര്യവുമായി കിട്ടിയ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് സ്വഭാവത്തിലുള്ളതാണ്. ഇങ്ങനെ ചിലപ്പോൾ ഭാര്യ ആയിരിക്കാം അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം. ഈ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് രണ്ടിലൊരാൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ, നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, നാളെ നിങ്ങൾ സ്വർഗത്തിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ തന്നെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ തന്നെ നിങ്ങൾക്ക് ഭർത്താവായി ഭാര്യയായിട്ട് കിട്ടും. ഇനി അടുത്തതാണ് ഹിഫ്ളു അസ്റാരിൽ ബൈത്തി. അഞ്ചാമത്തെ പറയുന്നത് ആറാമത്തെ അടയാളം, ലക്ഷണം എന്ന് പറയുന്നത് ഹിഫ്ളു അസ്റാരിൽ ബൈത്തി, വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക. വീടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിലുള്ള ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ, ഭർത്താവിൻ്റെ സ്വഭാവങ്ങൾ, അയാളുടെ രോഗങ്ങൾ, അയാളുടെ മാനസികാവസ്ഥകൾ, അയാളുടെ കുറവുകൾ, അയാളുടെ വീക്ക്നെസ് ഒരിക്കലും മറ്റൊരാളോട് പറയാൻ പാടില്ല.
മക്കളോട് പോലും പറയാൻ പാടില്ല, സ്വന്തം വീട്ടിൽ പോയിട്ട് പറയാൻ പാടില്ല എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാളുടെ പെരുമാറ്റം ശരിയല്ല, അയാളുടെ വാക്ക് ശരിയല്ല, അയാൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവില്ല. നേരെ തിരിച്ചും ഭാര്യയെക്കുറിച്ച് കൂട്ടുകാരോട് പോയി പറഞ്ഞു കൊടുക്കുക, അവള് പോരാ, കാണാൻ വലിയ ചുരുക്കൊന്നുമില്ല, അവൾക്ക് സംസാരിക്കാൻ വയ്യ, അവൾ ഡ്രസ്സ് ചെയ്താൽ കാണാനൊരു ഭംഗിയില്ല, അവൾക്ക് അങ്ങനെയില്ല ഇങ്ങനെയില്ല. ഇങ്ങനെ കുറവുകൾ, പ്രിയപ്പെട്ടവൻ്റെ കുറവുകൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്ന സ്വഭാവം, അത് ഭാര്യയോടാവാം, ഭർത്താവിനോടാവാം, സ്വന്തം കുടുംബത്തോടാവാം, കൂട്ടുകാരോടാവാം, ആരോടാണെങ്കിലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുറവുകൾ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അങ്ങനത്തെ ഭർത്താവാണോ നിങ്ങളുടെ ഭർത്താവ്? പറഞ്ഞു നടക്കാത്ത ഭർത്താവാണോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പറയാത്തവളാണോ? എങ്കിൽ നിങ്ങൾ നാളെ സ്വർഗത്തിലും ഒരുമിക്കേണ്ടവരാണ്. ഹിഫ്ളു അസ്റാരിൽ ബൈത്തി, വീട്ടിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നതാണ്. ഇനി 6ാമത്തത് കഴിഞ്ഞാൽ ഇനി അടുത്തതാണ് 7ാമത്തെ അടയാളം, അദ്ദുആഉ ബൈന സൗജൈൻ. അല്ലേ, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്ന ഭാര്യ, ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഭർത്താവ്, അത് കുറവാ. ഉണ്ട്, ഇല്ലാതിരിക്കുമോ? അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ടവൻ അസുഖമാണ്, ഭേദമാക്കണേ അല്ലാ. തഹജ്ജുദ് നിസ്കരിച്ച് പ്രിയപ്പെട്ട ഭാര്യ കണ്ണുനീരൊഴുക്കുന്നുണ്ട്. നേരെ തിരിച്ചും, അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഇന്ന അസുഖമാണ് അല്ലാ, അവൾക്ക് ശമനം കൊടുക്കണേ അല്ലാ, അവൾക്ക് ജീവിതത്തിൽ ഉയർച്ച കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ എന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് ദുആ ചെയ്യുക. നേരെ തിരിച്ചും, അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ടവന് ആവശ്യമുള്ളതൊക്കെ കൊടുക്കണേ അല്ലാ, മറ്റൊരാളുടെ മുമ്പിലും തല ഉനിക്കേണ്ട അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവന് നൽകല്ല അല്ലാ. ഇങ്ങനെ ദുആ ചെയ്യുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ ഇതുപോലെ ദുആ ചെയ്യാറുണ്ടോ? എന്നാൽ നിങ്ങൾ നാളെ സ്വർഗത്തിലാണ് കേട്ടോ. നാളെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണ്. ഈ പറയപ്പെട്ടതായി 7 സ്വഭാവങ്ങൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നിങ്ങൾ നാളെ സ്വർഗത്തിൽ പോകേണ്ടവരാണ്. നിങ്ങൾ നാളെ സ്വർഗത്തിലും ഭാര്യയും ഭർത്താവുമായി ജീവിക്കേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സ്നേഹവും ഒരുമയും സാഹോദര്യവും എന്നും നിലനിർത്തി തരട്ടെ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു നൽകുന്ന ആ സ്നേഹം, അല്ലാഹുവിൻ്റെ ദൈവീകമായ ആ സ്നേഹവും അല്ലാഹുവിൻ്റെ ദൈവീകമായ കാരുണ്യവും നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. 2 പേർക്കും പരസ്പരം എന്തിനു വേണ്ടിയും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുന്ന സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.